നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിജയിച്ച 100 കൗൺസിലർമാരെയും കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, സ്വതന്ത്രന്മാരായിക്കോട്ടെ, അങ്ങനെ 100 കൗൺസിലർമാരെയും നമ്മുടെ ഗവർണർ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക്, ലോക് ഭവനിലേക്ക് ക്ഷണിച്ചിരുന്നു. ആർക്കും, അതായത് 100 പാർട്ടി നോക്കിയല്ല, 100 കൗൺസിലർമാർക്കുമാണ് ഒരുപോലെ സ്വാഗതം ചെയ്തത്. അതിൽ BJP കൗൺസിലർമാരും അതുപോലെ തന്നെ BJP പിന്തുണയ്ക്കുന്ന ഒരു സ്വതന്ത്രൻ, അങ്ങനെ 51 പേർ തീർച്ചയായും പങ്കെടുക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ CPM നിന്നുമുള്ള 2 ചേരിയിൽ നിന്നുമുള്ള ഈ കൗൺസിലർമാർ അവിടേക്ക് എത്തിയിരുന്നു. ശബരിനാഥും അതുപോലെ തന്നെ എല്ലാവരും തന്നെ എത്തിയിരുന്നു. മറ്റൊന്ന്, വേദിയിൽ അതൊരു ചെറിയൊരു ഡയസൊക്കെ തന്നെ അവിടെ ക്രമീകരിച്ചിരുന്നു. ആ ഡയസിൽ ഒപ്പം ഈ നമ്മുടെ ഗവർണറോടൊപ്പം തന്നെ മേയറും ഡെപ്യൂട്ടി മേയറും പ്രതിപക്ഷ അംഗങ്ങളിൽ നിന്നുള്ള പ്രധാനിയായ 2 പേരും, ശബരിനാഥ് ഉൾപ്പെടെയുള്ള ഇവരെല്ലാവരും തന്നെ ഡയസിലുണ്ടായിരുന്നു. പക്ഷേ ശ്രീലേഖ ഇതിൽ നിന്നും വിട്ടുനിന്നു. എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ശ്രീലേഖയുടെ ഭാഗത്തു നിന്നും ഉത്തരമില്ല. എന്തുകൊണ്ടാണ് ശ്രീലേഖ ഗവർണർ വിളിച്ച ഈ ഒരു പരിപാടിയിലേക്ക് എത്താതിരുന്നത് എന്ന ചോദ്യത്തിന് മുൻപ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നുള്ളൊരു വിശദീകരണം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെയും അത്തരം ഒരു വിശദീകരണവും വന്നിട്ടില്ല. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർമാർക്കായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സംഘടിപ്പിച്ച ചായ സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്ന BJP കൗൺസിലർ ശ്രീലേഖ. ശാസ്തമംഗലം കൗൺസിലറായ ശ്രീലേഖ മേയറാകാത്തതിലുള്ള നീരസം മുമ്പ് പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഗവർണർ സംഘടിപ്പിച്ച ചായ സൽക്കാരത്തിൽ നിന്നും വിട്ടുനിന്നത്. LDF, UDF, NDA കൗൺസിലർമാർ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ BJP ശ്രീലേഖയെ മേയറാക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ VV രാജേഷ് മേയറാവുകയായിരുന്നു. കോർപ്പറേഷനിലെ മേയറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും ശ്രീലേഖ വിട്ടുനിന്നിരുന്നു. മേയർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ശ്രീലേഖ അന്ന് പോയത്. ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീലേഖ തന്റെ നീരസം പ്രകടിപ്പിച്ചത്. മേയർ ആകാമെന്ന ഉറപ്പിലാണ് താൻ കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നായിരുന്നു ശ്രീലേഖ പറഞ്ഞത്. അഭിമുഖത്തിൽ ശ്രീലേഖ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നെ ഈ തെരഞ്ഞെടുപ്പിന് നിർത്തിയത് തന്നെ കൗൺസിലറായി നിർത്താം എന്നാണ്, നിൽക്കാനല്ല. പകരം മേയർ ആക്കുമെന്ന വാഗ്ദാനത്തിന്റെ പുറത്താണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സമ്മതിച്ചത്. ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം എന്ന് പറയുന്നത് കേട്ടപ്പോഴാണ് സമ്മതിച്ചത്. സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. താൻ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. പാർട്ടി അങ്ങനെ പറഞ്ഞാണ് പ്രചരണം നടത്തിയത്. മാധ്യമങ്ങളിലും ചർച്ചകൾക്ക് വിട്ടത് എന്നെയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തോ കാരണം സാഹചര്യം മാറി. രാജേഷിന് മേയറായിട്ടും ആശുനാഥിന് ഡെപ്യൂട്ടി മേയറായും കുറച്ച് കൂടി നന്നായി പ്രവർത്തിക്കാൻ പറ്റുമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയെന്നാണ് കണക്കുകൂട്ടൽ. രാഷ്ട്രീയമാകുമ്പോൾ ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് മാറാം. കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുവെന്ന് പറയുമ്പോൾ പോടാ പുല്ല് എന്ന് പറഞ്ഞ് എതിർത്ത് ഓടാൻ എനിക്ക് പറ്റില്ല. കാരണം എന്നെ ജയിപ്പിച്ച കുറേ ആൾക്കാർ ഇവിടെയുണ്ട്. അവരോടുള്ള ആത്മാർത്ഥതയും കൂറും ഉള്ളതുകൊണ്ട് 5 വർഷത്തേക്ക് തുടരാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അത് നല്ലതായിരിക്കും. ശ്രീലേഖ ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറിൽ ഒപ്പിടാത്തതിനെ തുടർന്ന് ശ്രീലേഖയുടെ വോട്ട് അസാധുവായിരുന്നു. അതിന് പിന്നാലെയാണ് ഗവർണറുടെ ചായ സൽക്കാരത്തിൽ നിന്നും ശ്രീലേഖ വിട്ടുനിൽക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ശ്രീലേഖയുടെ ഈ ഒരു നീക്കങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് പോകുന്നത്? അതായത് എല്ലാം വിപരീതമായി മാറുകയാണ്. ഇനി മേയറെയും ഗവർണറെയും അതുപോലെ ഗവർണർ മേയറെയും ഡെപ്യൂട്ടി മേയറെയും ഒക്കെ തന്നെ സ്വീകരിക്കുന്നതും ഡയസിൽ പിടിച്ചിരുത്തുന്നതും ഒക്കെ തന്നെ ഇഷ്ടപ്പെടാത്തതിന് പുറത്താണോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. എന്തായാലും ശ്രീലേഖ ഈ പറഞ്ഞ, അതായത് ശ്രീലേഖ ഇപ്പോഴും പാർട്ടിയോട് എതിർത്ത് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തീർച്ചയായും മാധ്യമങ്ങൾ മാപ്രകൾ മെനഞ്ഞെടുത്ത ഓരോ കഥകളാണ് എന്ന് പറയുന്നു. അതുമാത്രമല്ല, ഒരു ഫോണിൻ്റെ കഥയൊക്കെ തന്നെ ശ്രീലേഖ പറയുകയുണ്ടായി. 2 സഹോദരന്മാരുണ്ട്. മികച്ച രീതിയിൽ പഠിച്ചാൽ ആർക്കാണ് ഈ ഫോൺ തരിക എന്ന് തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ 2 പേരും മികച്ച രീതിയിൽ പഠിച്ച് പരീക്ഷ പാസ്സാകുന്നു ഡിസ്റ്റിങ്ഷനോടുകൂടി. അങ്ങനെ വരുമ്പോൾ ആർക്കാകാം തീരുമാനിക്കാൻ, അത് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ അച്ഛ എന്ന് കുട്ടികൾ പറയുന്നു. അച്ഛൻ അങ്ങനെ മൂത്ത മകന് കൊടുക്കുന്നു. അവന് കുറച്ചുകൂടി നന്നായി ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാനും അതിനുള്ള കഴിവും പ്രാപ്തിയുമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ മൂത്ത മകന് കൊടുക്കുന്നു. സന്തോഷം
സന്തോഷത്തോടു കൂടി തന്നെ ഇളയ മകൻ അതും ആ വിവരം സ്വീകരിക്കുന്നു. പക്ഷേ ചുറ്റോട് ചുറ്റും നിന്നവർ ആ മകനെ പല കാര്യങ്ങൾ പറഞ്ഞ് എതിർത്തുകൊണ്ടേയിരിക്കുന്നു, അവൻ്റെ മനസ്സിൽ ദുഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മകൻ അത് കേൾക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്തത്? പക്ഷേ കഴിഞ്ഞ ദിവസം ആർ ശ്രീലേഖ, പ്രശാന്ത്, ശബരിനാഥ് എന്നിവരുമായി ചേർന്ന് ഒരു കേക്ക് കട്ടിംഗ് സെറമണിയൊക്കെ നടത്തിയിരുന്നു. കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും നൽകുകയും ഒക്കെ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട പോസ്റ്റൊക്കെ തന്നെ ശ്രീലേഖ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീലേഖ പോസ്റ്റും പങ്കുവച്ചത്. എന്തായാലും ശ്രീലേഖയുടെ ഇന്നലത്തെ ശ്രീലേഖ എത്താത്തത് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്.